വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവര പാർട്ട് 1 കണ്ടു. ഇനി ദേവര പാർട്ട് 2വിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം. ഡയറക്ടർ ആൻഡ് റൈറ്റർ കൊരട്ടാല ശിവ, സിനിമാറ്റോഗ്രാഫി ആർ രത്നവേലു, എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ്, അതുപോലെ മ്യൂസിക് അനിരുദ്ധ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ ജൂനിയർ NTR, സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ, പ്രകാശ് രാജ്, നരേൻ, ഷൈൻ ടോം ചാക്കോ, കലയരസൻ, പിന്നെ മുരളി ശർമ്മ, പിന്നെ മറ്റു താരങ്ങളും. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും, പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഈ സിനിമ എഴുതിയിരിക്കുന്ന റൈറ്റർ കൊരട്ടാല ശിവ. അങ്ങേരുടെ പേര് പോലെ തന്നെ ഭീകരമായിട്ടാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സാൽ ചോര കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നേ എനിക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും ചോരക്കളിയാണ്. ചോര കൊണ്ടുള്ള ഒരു സിനിമയാണിത് എന്ന് പറയാം. അപ്പോൾ ഇത് ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. കാരണം ആദ്യം മുതൽ അവസാനം വരെയും കിഡിലൻ ആക്ഷൻ രംഗങ്ങളാണ്. ആ ആക്ഷൻ രംഗങ്ങളോടൊപ്പം തന്നെ അനിരുദ്ധിൻ്റെ ആ ഗംഭീര BGM കൂടി ആയപ്പോൾ അതിനൊന്നുകൂടി മാറ്റുകൂടിയിരിക്കുന്നു. പക്ഷേ ഈ സിനിമ ഫാമിലി മാറ്റേഴ്സോ അല്ലെങ്കിൽ കോമഡിയോ അല്ലെങ്കിൽ കുറേ സോങ്സുകളോ അങ്ങനെ അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത സിനിമയല്ല. മുഴുവനായിട്ടും ആക്ഷൻ രംഗങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇതിലെ ദേവര ജൂനിയർ NTRൻ്റെ ആദ്യം തന്നെ ജൂനിയർ NTRനെ കുറിച്ച് പറയാം. അങ്ങേരുടെ റോള് ഡബിൾ റോളാണ്, അച്ഛൻ മകൻ. അപ്പോൾ ഈ അച്ഛൻ്റെയും മകൻ്റെയും റോള് രണ്ടിനും രണ്ട് സ്വഭാവമാണ്. പക്ഷേ ആ രണ്ട് ക്യാരക്ടറുകളിലും നല്ല സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഫാമിലി സെൻറ്റിമെൻറ്റ്സ് പോലെ അല്ലെങ്കിലും അച്ഛൻ മകൻ ക്യാരക്ടറുകളിൽ നല്ല സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ അച്ഛൻ്റെ ദേവര ക്യാരക്ടറിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവൻ ആയിട്ടാണ് ആ ക്യാരക്ടർ ഉള്ളത്. മറ്റുള്ളവർക്ക് ഭയം നൽകുന്നവൻ. അങ്ങനെ മറ്റുള്ളവർക്ക് ഭയം കൊടുക്കണമെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെയിരിക്കണം? ഒരു ഭയങ്കരനായിരിക്കണം, ധീര യോദ്ധാവായിരിക്കണം. അതേപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നല്ലൊരു ഹൃദയത്തിനുടമയും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങൾ ദേവര എന്ന അച്ഛൻ്റെ ക്യാരക്ടറിനുണ്ട്. അത് ജൂനിയർ NTR നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മകൻ്റെ ക്യാരക്ടർ ആവുമ്പോഴോ അത് അച്ഛൻ്റെ ക്യാരക്ടറിൽ നിന്ന് കുറേ വ്യത്യാസങ്ങൾ ആ റോളിനുണ്ട്. ഇപ്പം ഡബിൾ റോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒരാൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അയാൾ തന്നെ രണ്ട് റോളും അച്ഛനും മകനുമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരേ ആൾ ചെയ്യുമ്പോൾ രണ്ടും രണ്ടായിട്ട് തോന്നണമല്ലോ. അപ്പോൾ അത് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ജൂനിയർ NTR രണ്ട് വേഷങ്ങളും ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഹിന്ദി താരം സെയ്ഫ് അലി ഖാൻ. അങ്ങേരാണ് ഈ സിനിമയുടെ പ്രധാന വില്ലൻ, ബൈര എന്ന ക്യാരക്ടർ. എന്തായാലും ബൈര എന്ന ക്യാരക്ടറിൽ സെയ്ഫ് അലി ഖാൻ അങ്ങനെ മിന്നിയിട്ടുണ്ട് ഈ സിനിമയിൽ. ഞാനൊരു ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ബാഹുബലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബാഹുബലിയുടെ കുറേ സാദൃശ്യം ഈ സിനിമയ്ക്ക് ഉണ്ട് കേട്ടോ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. പക്ഷെ പറയാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വില്ലൻ ക്യാരക്ടറിനും ഹീറോ ക്യാരക്ടേഴ്സിനും തുല്യ പ്രാധാന്യത്തിലാണ് പോകുന്നത്. ബാഹുബലിയിലും അങ്ങനെയാണല്ലോ. റാണ ദഗുപട്ടി എന്ന വില്ലന് ഹീറോയുടെ അത്രം തന്നെ ഒരു പ്രാധാന്യമുണ്ട് ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും. അതേപോലെ തന്നെയാണ് ഇവിടെ വില്ലനായ ബൈരയ്ക്കും അതേപോലെ ഹീറോ ആയ ദേവരയ്ക്കും രണ്ടുപേരും തുല്യ ബലശാലികൾ തന്നെയാണ്. തുല്യ ബലശാലി പറഞ്ഞാൽ ഇതിൽ ദേവര ക്യാരക്ടർ ഒന്നുകൂടി ബലശാലിയാണ് കേട്ടോ. ബൈരയെക്കാളും ബാഹുബലിയെ പോലെ അല്ല. എന്നാലും നമ്മൾ ഒരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ക്യാരക്ടറിനും തുല്യ പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈര ക്യാരക്ടർ തന്നെയാണ് രണ്ടാം ഭാഗത്തിലും വില്ലൻ എന്ന് ഈ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും സെയ്ഫ് അലി ഖാൻ്റെ റോള് അങ്ങേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രകാശ് രാജ്. അങ്ങേര് എപ്പോഴും ഇപ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഒരു കഥ പറയുന്ന പോലത്തെ ഒരു റോളാണ് അങ്ങേർക്ക് കൊടുത്തിരിക്കുന്നത്. അത് പ്രകാശ് രാജിൻ്റെതായ ആ നോട്ടവും ഭാവവും ഒക്കെ ഉണ്ടല്ലോ, വർത്തമാനമൊക്കെ, ആ രീതിയിൽ തന്നെ അങ്ങേര് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മലയാള താരം നരേന് നല്ലൊരു പ്രാധാന്യമുള്ളൊരു വേഷമാണ് കേട്ടോ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങേരുടെ വേഷം കൊണ്ടാണ് ഒരു സീനിനപ്പുറം ദേവരയുടെ ക്യാരക്ടർ തന്നെ മാറുന്നത്. ഞാൻ ഈ സിനിമ ആദ്യം കണ്ടപ്പോൾ ഇതെന്താ ദേവരയുടെ ക്യാരക്ടർ ഇങ്ങനെ ഒരു
ഒരു മാഫിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് കരുതി. പക്ഷേ ആദ്യം മുതൽ തന്നെ അങ്ങയുടെ നല്ല ഹൃദയമുള്ള വ്യക്തിയാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ വരുന്നതെങ്കിലും ആ നരേൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം വരുമ്പോഴാണ് ദേവര ക്യാരക്ടറിൻ്റെ ശരിക്കുള്ള ആ നല്ല ഹൃദയം അങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് ദേവരയെ ഈ സിനിമയിലുള്ള എല്ലാ വില്ലന്മാർക്കും, ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ സെയ്ഫ് അലി ഖാൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ വില്ലന്മാരും തന്നെ ഗംഭീര വില്ലന്മാരാണ് കേട്ടോ. എല്ലാം നല്ല മല്ലന്മാരാണ്. സെയ്ഫ് അലി ഖാൻ ആകട്ടെ, അതേപോലെ കലയരശൻ, തമിഴിലെ കലയരശനുണ്ട്. കലയരശന് നല്ലൊരു റോള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങേര് നല്ല ആക്ഷനൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് ബോഡി ഉണ്ടല്ലോ, അത് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെയ്ഫ് അലി ഖാനും നല്ല ബോഡി ഉണ്ട്, അങ്ങേര് ഒരു മല്ലനായിട്ട് തന്നെയാണ്. പിന്നെ ഹീറോ ആയ നമ്മുടെ ജൂനിയർ NTR അവർക്കൊപ്പം തന്നെ വന്നിട്ടുണ്ട്. കാരണം ജൂനിയർ NTRനെ ഇവരെല്ലാം ഈ മല്ലന്മാരൊക്കെ ഭയപ്പെടണമെങ്കിൽ അതിന് മാത്രമുള്ള ഒരു യോദ്ധാവായിരിക്കണമല്ലോ, അത് അങ്ങേര് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ സിനിമയിൽ വലിയ റോളല്ല കേട്ടോ. അങ്ങേരുടെ ഒരു താരപരിവേഷം ഉണ്ടല്ലോ, താരമൂല്യം, അതിനൊത്ത ഒരു ഇതല്ല ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങേര് ഈ സിനിമയിൽ ഉണ്ട് എന്നേ ഉള്ളൂ. ഒരു ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്, പക്ഷേ വില്ലന്മാരുടെ കൂടെയാണ്. വലിയ ഒരു റോളൊന്നും അങ്ങേർക്ക് കൊടുത്തു. ഇപ്പം ബീസ്റ്റ് സിനിമ നിങ്ങൾ കണ്ടില്ലേ, അതിൽ വിജയ് അങ്ങേരെ കെട്ടിപ്പൊക്കി സൂട്ട് കേസ് പോലെ ആക്കി കൊണ്ടുവരുന്നില്ലേ. അപ്പോൾ ആ രീതിയിലല്ല, അതിൽ അങ്ങനെ ഒരു വലിയ പ്രാധാന്യം കൊടുത്തില്ലല്ലോ. അതുപോലെ ഇതിലും അങ്ങേരുണ്ട്, വില്ലനാണ്, അങ്ങേരും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വലിയ താരപരിവേഷം അങ്ങേർക്ക് ഇതിൽ കിട്ടിയിട്ടില്ല ഷൈൻ ടോം ചാക്കോയുടെ റോളിന്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സസ്പെൻസ് ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ സസ്പെൻസ് ആദ്യം മുതൽ സിനിമ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ആണെന്ന് കണ്ടങ്ങനെ പോവുകയാണ്. പക്ഷേ അവസാനം എത്തുമ്പോഴാണ് ഈ സിനിമ ഇങ്ങനെയേ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സസ്പെൻസ് എന്തായാലും ഈ സിനിമയ്ക്ക് നല്ലൊരു ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു ഫീലിംഗ് നൽകുന്നുണ്ട്. അതായത് അച്ഛൻ മകൻ റോളിന് നല്ലൊരു ഫീലിംഗ് ഈ ഒരു സസ്പെൻസ് തരുന്നുണ്ട്. അത് സസ്പെൻസ് ഉള്ള പോലെയല്ല ഈ സിനിമ പോകുന്നത്. ക്ലൈമാക്സ് എത്തുമ്പോഴാണ് ഇങ്ങനൊരു കാര്യമാണ് ഈ സിനിമ എന്നുള്ളത്, അതായത് നമ്മൾ വിചാരിച്ചതേ അല്ല ഈ സിനിമ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഈ സിനിമയ്ക്ക് നല്ലൊരു ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ നെഗറ്റീവ് വിഷയങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പറയാം. ഒന്നാമത്തെ നെഗറ്റീവ് വിഷയം, ഇതിൽ ഹീറോയിനായിട്ട് വന്ന ജാൻവി കപൂർ, അവർക്ക് പകരം വേറൊരു ഹീറോയിനെ കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അവരുടെ അഭിനയം സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. മാത്രമല്ല അവരുടെ ക്യാരക്ടറിൻ്റെ പേര് തങ്കം എന്നാണ്. ഈ തങ്കം എന്ന ക്യാരക്ടർ ചെയ്യുന്ന പ്രവർത്തികളും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രവർത്തികളാണ്. അവർക്ക് കല്യാണം ആയാൽ മാത്രമേ അവിടെയുള്ള ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കല്യാണം ആകാൻ പാടൂ എന്നുള്ളൊരു വാശിയുള്ള ഒരു ക്യാരക്ടർ പോലെ. അതായത് ടോട്ടലി പറഞ്ഞാൽ ഈ തങ്കത്തിൻ്റെ ക്യാരക്ടർ ഈ റൈറ്റർ എഴുതിയത് ശരിയായിട്ടില്ല. എനിക്കത് ഇഷ്ടമായില്ല, അതൊരു സുഖമില്ല. അത് ചെയ്ത ആളായ ജാൻവി കപൂർ ആകട്ടെ, അവരും ഒരു സുഖമില്ല. രണ്ടും കണക്കായിപ്പോയി. അത് രണ്ടും മാറ്റിയിട്ട് ആ ഒരു ഭാഗം, ഹീറോയിൻ്റെ ഭാഗം വേറെ രീതിയിൽ എഴുതി. അതേപോലെ ജാൻവി കപൂറിന് പകരം ഇനി അവരാണെങ്കിൽ തന്നെ വേറെ രീതിയിൽ എഴുതി അതിലൊരു സെൻറ്റിമെൻറ്റ് വെച്ചുകൊണ്ട് അവർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നന്നാകുമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഭാഗം ഇഷ്ടമേ ആയില്ല. അതാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് കണ്ടത്. പിന്നെ മറ്റൊരു വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ആദ്യം മുതൽ അവസാനം വരെ ചോരക്കളിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തിരമാല, അതുപോലെ മറ്റേ കടലിൽ നിന്ന് വരുന്ന തിരയുണ്ടല്ലോ, അതൊക്കെ ചോര കളറിലാകുന്നുണ്ട് പല രംഗങ്ങളിലും. അതായത് ചോരക്കളിയുടെ ആക്ഷൻ നടക്കുന്ന സമയത്ത് കടലിൽ വെച്ച ആക്ഷൻ രംഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ട്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓവറായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലുള്ള മല്ലന്മാരൊക്കെ ഇത്രയും മല്ലന്മാരുള്ളപ്പോൾ അവരോടൊപ്പം ഈ യോദ്ധാവായ ദേവര ആക്ഷൻ ചെയ്യുമ്പോൾ അത് അങ്ങനെയേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയെ അവർ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കടലിലൊക്കെ ചോരപ്പുഴ പോലെ, ഇപ്പോൾ നമ്മൾ ചോരപ്പുഴ പറയില്ലേ, അതേപോലെ ചോരക്കടൽ എന്ന് പറയാം, അതുപോലെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ
എന്നാലും ഇത് പല സ്ഥലങ്ങളിലും അതേപോലെ കാണിക്കുന്നുണ്ട്. അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ എന്തായാലും അത് വലിയൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ ഹീറോയിൻ്റെ റോള് മാത്രമേ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ദേവരയുടെയും മകൻ വരദയുടെയും ഈ സിനിമയിൽ വര എന്നേ മലയാളത്തിൽ പറയുന്നുള്ളൂ കേട്ടോ. ഡബ് ചെയ്യുമ്പോൾ വര എന്നായിപ്പോയതാന്ന് തോന്നുന്നു. ശരിക്കും വരദ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ, മകൻ ക്യാരക്ടറിൻ്റെ റോളിൻ്റെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റുള്ള ഭാഷകളിലൊക്കെ വരദ എന്ന് പറയുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ വരദ എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ദേവരയുടെയും വരദയുടെയും ആ ക്യാരക്ടർ പ്രാധാന്യം കൊണ്ടും അതേപോലെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും മ്യൂസിക് കൊണ്ടും അതേപോലെ വില്ലൻ്റെ ആ പ്രാധാന്യം കൊണ്ടും സെയ്ഫ് അലി ഖാൻ്റെ അഭിനയം കൊണ്ടും പിന്നെ ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സസ്പെൻസ് കൊണ്ടും എനിക്ക് ഈ സിനിമ ഇഷ്ടമായി. അതുപോലെ തന്നെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റും. ആക്ഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ദേവര ഭയം നൽകുന്നവൻ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.